വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടൊരു കൊലയാളിയാണ് നീ. ഇനി 5 ദിവസം കൂടിയേ നിനക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ. 15-ാം തീയതി കാലത്ത് കൃത്യം 5:40 നിന്റെ വധശിക്ഷ നടപ്പാക്കും. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല സർ, ഈ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മടി കൊണ്ടുമല്ല. 4 ദിവസം, 4 ദിവസം. 4-ാമത്തെ ദിവസം 14-ാം തീയതി അദ്ദേഹം തിരിച്ചു പോകും. അതുവരെ മാത്രം. ഐ ആം സസ്പെൻഡഡ് ബിക്കോസ് ഓഫ് യു. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാ ഒരു കുറ്റവാളിക്ക് കൂട്ടു നിൽക്കുന്നത്? ഞാൻ സൂപ്രണ്ടായിരുന്ന ഒരു ജയിലിൽ നിന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെട്ടിട്ടില്ല. നീയും രക്ഷപ്പെടില്ലായിരുന്നു. തൂക്കിക്കൊല്ലാൻ വിധിച്ച് ഒരുവന് കൊടുക്കാവുന്നതിൽ കൂടുതൽ സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നു. അതാ എനിക്ക് പറ്റിയ തെറ്റ്. ഞാൻ എല്ലാം പറഞ്ഞില്ലേ സാർ? ഒരാളെ കൊന്നിട്ടെങ്കിലും എനിക്ക് വേണ്ട കാശുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ആരുമില്ലാത്ത എനിക്ക് മനസ്സ് നിറയെ സ്നേഹം തന്ന ആളാണ് അദ്ദേഹം. ഈ അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സത്യം അറിഞ്ഞാൽ അദ്ദേഹം ആകെ തകർന്നു പോകും. മരിക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാറിനെ അനുവദിക്കണം. സാറിനെ വിശ്വസിക്കണം. സത്യം, ഞാൻ വരാം. നിന്റെ എല്ലാ കഥകളും അറിയാവുന്ന ഞാൻ നിന്നെ അവിശ്വസിക്കുന്നില്ല. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ അവസാനത്തെ ആഗ്രഹം നടത്തിക്കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. ഒരു നല്ല ഉദ്ദേശത്തിനായതുകൊണ്ട് ഞാനത് അനുവദിക്കും. പക്ഷേ ഈ 4 ദിവസം എന്റെ സമ്മതമില്ലാതെ ഈ വീട് വിട്ടിറങ്ങാൻ നിനക്ക് അനുവാദമില്ല. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം. സമ്മതിച്ചു സാർ, എല്ലാം ഞാൻ സമ്മതിച്ചു. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ വിഷ്ണു? ഞാൻ കേട്ടതൊക്കെ ശരിയാണോന്ന്? വിഷ്ണു, പ്ലീസ് ടെൽ മീ. അതെ.